Hello friends, Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നെയ്യും റിഫൈൻഡ് ഷുഗറും ഉപയോഗിക്കാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കാഷ്യൂ നട്ട് ലഡു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള ശർക്കര ഒരുക്കാം. ഒരു പാനിലോട്ട് 178 ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ 6 ടീസ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുടിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കരയുടെ കണക്ക് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ വെള്ളം അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ശർക്കരപ്പാനിയല്ല നമ്മൾ തയ്യാറാക്കുന്നത്. കുറച്ച് കുറുകനെയുള്ള ശർക്കരപ്പാനിയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചെടുക്കാം. ഒരു പാനിലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 300 ഗ്രാം കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ കാഷ്യൂ നട്ട്സ് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൽ ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കൂടുതൽ കരിഞ്ഞു പോകാണ്ട് അല്ലെങ്കിൽ കൂടുതൽ ബ്രൗൺ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പൊള്ളുന്ന ചൂടിൽ ഒരിക്കലും ഇടരുത്. ഒരു നേരിയ ചൂടിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ പകുതിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് പൊടിഞ്ഞു കഴിയുമ്പോൾ ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തോട്ട് എടുത്ത് ഞാൻ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ടോട്ടൽ ഒരു 5-6 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അരയ്ക്കാൻ വെക്കരുത്. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ മിക്സി കേടായി പോവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യണം. പിന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഈവണായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ട്. കുറച്ച് ഇതുപോലെ നന്നായിട്ട് അടിച്ച് കഴിയുമ്പോഴേക്കും ഈ കാഷ്യൂ നട്ടിൻ്റെ ഉള്ളിലത്തെ ഓയിൽ പുറത്തോട്ട് വരാൻ തുടങ്ങും. അതാണ് ഈ കാഷ്യൂ നട്ടിനെ ഇതിനൊരു പേസ്റ്റ് പോലെ ആക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയമായിട്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോൾ വെള്ളം പോലെ ആവരുത്. പിന്നെ നമുക്ക് ലഡ്ഡു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ലഡ്ഡു പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സോഫ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നേരി ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 178 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ കുറച്ച് കുറവ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയത്ത് അരക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, കുറേ അരയ്ക്കുവാണെങ്കിൽ ഭയങ്കര ഓയിലി ആയിപ്പോവും. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോവും. എന്നാലും ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് ലഡ്ഡു പിടിക്കാൻ പറ്റിയ രീതിയിൽ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഈവനായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ലഡ്ഡു പിടിച്ചു തുടങ്ങാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി, ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കാഷ്യൂ നട്ട് ലഡ്ഡു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെസിപ്പിയിൽ നിന്നും 13 മീഡിയം സൈസ് ലഡ്ഡൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോഫ്റ്റാണ്. എൻ്റെ ഉൾഭാഗം കഴിക്കുമ്പോഴൊക്കെ വളരെ സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു നല്ലൊരു റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.